അച്ഛൻ പറഞ്ഞ ശരിയാണ്. ഈ നിമിഷം കാശിക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. തൽക്കാലം എൻ്റെ ഈ കണിനിറൊക്കെ മാറ്റി വിശ്വാസത്തോടെ ഇവർക്കൊപ്പം റൂമിലേക്ക് ചെന്നോളൂ. കാശിയെ പഴയ പോലെ ആക്കി തിരികെ തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, സായി പറഞ്ഞു. ഓക്കെ, തൽക്കാലം ഞങ്ങൾ അമ്മയെ കൂട്ടി പോകുകയാണ്. എന്നാൽ എനിക്ക് ഇവർക്കും ഇവിടെ നിങ്ങൾക്കൊപ്പം നിന്ന് കാശി ചികിത്സ സഹായിക്കാനാവില്ലേ? അലൻ തൻ്റെ മുന്നിലേക്ക് രഞ്ജിയെയും കാർത്തിയെയും ചൂണ്ടി ശിവശങ്കരൻ നോക്കി പറഞ്ഞു. നിങ്ങളുടെ സഹായം മുന്നോട്ട് വേണം, ഞാൻ പറയാം, അതുവരെ ക്ഷമിക്കുക. അമ്മയുടെ പൊന്നല്ലേ ഇത് കൊടിക്ക് കുഞ്ഞെ, രാവിലെ തൊട്ട് നീ ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ കഴിക്കാതിരുന്ന അമ്മയ്ക്ക് സങ്കടം വരില്ലേ? കുഞ്ഞെ നോക്കി പാറു പറഞ്ഞു. അപ്പോഴും അവൾ ആ കുഞ്ഞി കണ്ണുകൾ കൊണ്ട് വാവിട്ട് തേങ്ങിക്കരഞ്ഞു. ഇങ്ങനെ കരയല്ലേ, അമ്മയ്ക്ക് സഹിക്കണില്ല. ഈ കാശിയെ ഓർത്താണ് ഈ തേങ്ങുന്നെന്ന് പാറുവിനെ അറിയാമായിരുന്നു. കാരണം ഇത്രയും ദിവസം അവൾ തൻ്റെ അച്ഛനെ കാണാതെ ആ കുഞ്ഞു മനസ്സ് ആരോടും പറയാനാവാതെ തേങ്ങുന്നുണ്ട്. എന്ത് പറഞ്ഞ് ആ കുഞ്ഞു മനസ്സ് ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കറിയില്ല. ഓരോ രാത്രി ഞെട്ടിയുണർന്ന് കരയുന്ന കുഞ്ഞിയെ ഓരോന്ന് പറഞ്ഞ് ഇത്രയും ദിവസം പിടിച്ചു വെച്ചു. ഇനിയും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ദുഃഖം എത്രയെന്ന് വെച്ച് കാണും. പാറുവിൻ്റെ മനമുരുകി. കുഞ്ഞിയുടെ അച്ഛൻ കുഞ്ഞിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയതല്ലേ, ഇത് കൂടി രണ്ടാമത്തെ തവണയാണ് അച്ഛൻ പോകുന്നത്. അച്ഛൻ ഇങ്ങ് വരട്ടെ, കുഞ്ഞുമോളോട് പറയാതെ ഗിഫ്റ്റ് വാങ്ങാൻ പോയെന്ന് അച്ഛൻ നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് അമ്മ. ഒപ്പം ഒരടിയും. ആക്ഷൻ ഇട്ട് പാറു കുഞ്ഞോട് പറഞ്ഞതും ആ കുഞ്ഞു മനസ്സ് മനസ്സിലായി. തൻ്റെ അച്ഛനെ അടിക്കുമെന്ന് കാശിപ്പാറു തല്ലുമെന്ന് പറഞ്ഞതും തൻ്റെ കുഞ്ഞവളുടെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് പാറുവിൻ്റെ മുഖത്തടിച്ചു. അച്ഛനെ പറ്റിയ മോൾ തന്നെ. അച്ഛനെ പറഞ്ഞ് പിടിച്ചില്ല മോൾക്ക്, അതല്ലേ അമ്മയെ തല്ലിയത്. നോക്കിക്കോ, അച്ഛനും മോളോട് അമ്മ മിണ്ടില്ല. അമ്മ രണ്ടാളിട്ടിട്ട് പോകും, നോക്കിക്കോ. പാറു പോകുന്നെന്ന് പറഞ്ഞ് പാറുവിനെ അള്ളി പിടിച്ചു. സോപ്പിടണ്ട മോള്. പാറു കൂർപ്പിച്ച് നോക്കുമ്പോൾ ചുണ്ടുകൾ പിളർത്തി അവളെ നോക്കി. അച്ഛൻ വരുമ്പോൾ മോളോടും അച്ഛനോടും അമ്മ പിണങ്ങി പോകണ്ടെങ്കിൽ ഈ കുറുക്ക് മൊത്തം എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കുടിച്ചില്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞിയുടെ അച്ഛനെ ഇഷ്ടമല്ലെന്ന് ഞാൻ കരുതും അമ്മ. പാറു അത് പറയുമ്പോൾ കുഞ്ഞ് പാറുവിനെയും കയ്യിൽ അവൾക്കായി പാറു കരുതിയ കുറുക്കിലേക്ക് നോക്കി. എന്നിട്ട് കുഞ്ഞു ചുണ്ട് മെല്ലെ തുറന്ന് കാണിക്കുമ്പോൾ പാറ ഓരോ സ്പൂൺ വീതം കുഞ്ഞിയുടെ ചുണ്ടിൽ കുറുക്ക് പകർന്നു കൊടുത്തു. അപ്പം പറഞ്ഞ കേൾക്കും എൻ്റെ മോള് അല്ലേ? കുറുക്ക് ഏകദേശം കഴിച്ചു കഴിയുമ്പോൾ കുഞ്ഞിക്ക് ഉറക്കം വരാൻ തുടങ്ങി. കുഞ്ഞിക്കണ്ണുകൾ പാറുവിനെ നോക്കി തിരുമ്പി. അവൾ കുഞ്ഞിയെ വാരിയെടുത്ത് തോളിലിട്ട് താരാട്ടുപാടി ആ റൂമിലൂടെ നടന്നു. കുറേ നേരത്തിന് ശേഷം കുഞ്ഞ് ഉറങ്ങിയതും അവളെ ബെഡിൽ കിടത്തി നന്നായി പുതപ്പിച്ചു. ഒപ്പം അവൾക്ക് ഓരത്തായി പാറുവും കിടന്നു. കാശേട്ട, അറിയുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാര്യയും മക്കളും കാത്തിരിപ്പുണ്ടെന്ന കാര്യം? സ്വന്തം അമ്മയേക്കാൾ ഏറെ അവൾ തൻ്റെ അച്ഛനാണ് ആഗ്രഹിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ ആ സ്നേഹവാത്സല്യം, തലോടൻ, കളിച്ചിരികൾ, അങ്ങനെയെല്ലാം ഒരു ജന്മത്തിൽ അവൾക്ക് നഷ്ടമായത് ഈ ജന്മം വീണ്ടും തിരികെ പിടിക്കാൻ വന്നപ്പോൾ വീണ്ടും എൻ്റെ മോൾക്ക് സങ്കടപ്പെടാൻ മാത്രമാണ് വിധി. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? പാറുവിൻ്റെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോള് അവളെ വിശ്വസിക്കുന്നു. അവളുടെ അച്ഛൻ അവൾക്കരികിലെത്തുമെന്ന്. ഒപ്പം ഞാനും. എനിക്കുറപ്പുണ്ട് ഞങ്ങൾ തനിച്ചാക്കി സങ്കടപ്പെടുത്തിക്കൊണ്ട് കാശേട്ടൻ എവിടേക്ക് പോകാനാവില്ലെന്ന്. എവിടെയാണ് കാശേട്ടൻ? നിങ്ങൾ എപ്പോഴാണ് എന്നെയും എൻ്റെ മോളെയും ഈ നരകത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ മാത്രം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നത്? പാറുവിൻ്റെ ആ മന്ത്രണം അവളിൽ നിന്നും ഏറെ ദൂരെയുള്ള അവൻ്റെ ഹൃദയത്തിൽ വന്ന് പതിച്ചു. ഞാൻ വരും പാറു, എൻ്റെ കുഞ്ഞിക്ക് നിനക്കും വേണ്ടി. അധികം വൈകാതെ തന്നെ നിങ്ങൾക്കരികിൽ ഈ കാശി വന്നിരിക്കൂ. കാശി വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരുന്നു സായി. കാശിക്ക് ചെറുതായി കാലിന് ചലനമുണ്ടായി. അതുകൊണ്ട് തന്നെ എപ്പോഴും കിടക്കാതെ ഇതുപോലെ വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോയി മറ്റു ചികിത്സ കൂടുതൽ വേഗത്തിലാക്കി. ഈ സമയം ശിവാംഗി അവിടേക്ക് വന്നു. സായി, കാശിക്കുള്ള ഉഴിച്ചിൽ മറ്റും നടത്തണം. രാത്രി അതെല്ലാം മരുന്നുകൂട്ടുകൾ തയ്യാറാക്കണം. ഇതുവരെ ഞാൻ അച്ഛനൊപ്പം ഉണ്ടായിരുന്നു. ബാക്കി ചെയ്യാൻ നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോകാൻ ചേച്ചി. അതുവരെ കാശിയെ നോക്കില്ലേ? തീർച്ചയായും. സായി പോയതും കാശിയുടെ വീൽ ചെയറിൽ ശിവാംഗി പിടുത്തയിട്ടു. അവൻ ഇരു സൈഡിലും മനോഹരമായി നിൽക്കുന്ന മരങ്ങൾക്കും പച്ചപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ചു മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരു തണൽ മരത്തിൻ്റെ അടുത്തുള്ള തണലത്ത് കാശിയെ നിർത്തി. ഒപ്പം അവൻ ഓപ്പോസിറ്റ് അവിടെ കിട്ടിയ സിമെൻറ്റ് ബെഞ്ചിൽ അവളും ഇരുന്നു. കാശിക്കിപ്പോൾ ഒരുപാട് ബെറ്റർ തോന്നുന്നില്ലേ? ഉണ്ട്, പക്ഷേ ഈ അവസ്ഥ അത് വേണ്ട എനിക്ക്. ഇവിടെ നിന്ന് എണീറ്റ് ഇവിടെ നിന്നും എനിക്ക് എഴുന്നേറ്റേ മതിയാവൂ. ഇതുവരെ എത്തിയില്ലേ നമ്മൾ? അതുപോലെ തന്നെ കാശി ആഗ്രഹിക്കുന്ന ആ പഴയ കാശി അവൻ. ഇയാൾക്ക് കഴിയും. അതിന് ചികിത്സയുടെ കൂടെ കാശി സ്വയം പ്രയത്നിക്കണം.
കാശി അവളെ നോക്കി. ഞാൻ പറഞ്ഞു വരുന്നത് കാശിയുടെ മനോധൈര്യത്തെക്കുറിച്ചാണ്. അത് കാശിയിൽ എത്ര കൂടുതലുണ്ടോ അതിലൂടെ ഈ അവസ്ഥ വേഗം മറികടക്കാം. ഈ വീൽ ചെയറിലിരുന്ന് തന്നെ കാശി തൻ്റെ കാലുകൾക്ക് കരങ്ങൾക്കും ബലം കൊടുത്ത് നോക്കണം. ആദ്യം വേദന തോന്നും, എന്നാൽ കാശിയുടെ ജീവിതത്തിലുണ്ടാകും മുറിവോളം അത് വരാത്തത് കൊണ്ട് കാശിക്കാരിൽ നിന്നും മുന്നോട്ട് വരാൻ വേഗം കഴിയുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇവിടെ ഞാനും കാശി മാത്രമേ ഉള്ളൂ. കാശിക്കൊന്ന് ശ്രമിക്കാം. മെല്ലെ തൻ്റെ കരങ്ങൾ മുറുക്കി ആ വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കാൻ. തൻ്റെ കുഞ്ഞിക്ക് വേണ്ടി. ശിവാംഗിയുടെ കുഞ്ഞി എന്നുള്ള ആ വാക്കുകൾ അവൻ്റെ കാതുകൾ തുളച്ചു കയറി. 6 മാസം പ്രായമുള്ള ആ കുഞ്ഞുമുഖം അവൻ്റെ കണ്ണിൽ ഓടിയെത്തി. ആ കുഞ്ഞുമുഖം തൻ്റെ അച്ഛനെ നോക്കി വിതുമ്പി കരയുന്നു. ആ കുഞ്ഞുമുഖം ചീർത്ത് പിടിച്ച് അവൾക്കൊപ്പം കരയുന്ന മറ്റൊരു മുഖം. തൻ്റെ പ്രാണന് വീണ്ടും ജന്മം നൽകി. തൻ്റെ എല്ലാമെല്ലാമായ പാതിയെ മാറിയവൾ. അവൻ്റെ ആ കരങ്ങൾ പതുക്കെ വീൽ ചെയറിൽ ഉറപ്പിച്ചു. കാലുകൾ മെല്ലെ ചലിപ്പിക്കാൻ നോക്കി. അതിൻ്റെ പ്രതിഫലം എന്ന വണ്ണം അവൻ്റെ മുഖം വിറകൊണ്ട് നിന്നു. കാശി ഇതുപോലെ കുറച്ചുകൂടി ശ്രമിച്ച അവൻ അതിൽ നിന്നും എഴുന്നേക്കാൻ ഏറെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശിവാംഗി അവനെ നോക്കി വീണ്ടും ഓരോന്ന് പറഞ്ഞു. അവളുടെ ഓരോ വാക്കിൻ്റെ അവസാനവും വന്നിരുന്നത് അവൻ്റെ കുഞ്ഞിൽ മാത്രമായിരുന്നു. അവസാനം സർവശക്തിയും എടുത്ത് കാശി മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് അവൻ്റെ കാലുകൾ നിലത്ത് കൊത്തി മുന്നോട്ടാഞ്ഞു നടന്ന സ്റ്റെപ്പ് വീണ്ടും വയ്ക്കാൻ തുടങ്ങുമ്പോൾ കാശി നിലത്തേക്ക് വീണു പോകാനും ശിവാംഗി അവൻ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞിൽ നിറയെ കളിപ്പാട്ടങ്ങൾ ഉടുപ്പുകളുമായി വന്നതാണ് ഭീഷ്മ. അവനതെല്ലാം കൊണ്ട് പാറുവും കുഞ്ഞും ഇരുന്നിടത്തേക്ക് വച്ചു. അവൾ അവനെ നോക്കി എന്തെന്നുള്ള രീതിയിൽ. ഇത് കുഞ്ഞിനുള്ള കളിപ്പാട്ടം, ഒപ്പം കുഞ്ഞിന് നിനയ്ക്കും മാറിയെടുക്കാനുള്ള ഡ്രസ്സുകൾ. നിങ്ങളെന്തിനാ ഇതൊക്കെ വാങ്ങിത്തരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എത്ര ദിവസം രണ്ട് ഡ്രസ്സ് തന്നെ നീയും ഈ കുഞ്ഞും മാറി മാറി ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അത്ര വലിയ ക്രൂരനല്ല. എൻ്റെ മനുഷ്യപ്പറ്റി വെച്ച് നിങ്ങൾക്ക് വാങ്ങിത്തരുന്നത് ഇതൊക്കെ. പാറു പുച്ഛിച്ചു. ഈ സമയം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് നല്ലതല്ലെന്നുള്ളത് കൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. കാരണം പിടിച്ചു നിന്നേ പറ്റൂ. തൻ്റെ കുഞ്ഞിയുടെ ജീവന് വേണ്ടി, തൻ്റെ താലിയുടെ അവകാശിക്ക് വേണ്ടി. ഈ സമയം പാറുവിനെ ചുറ്റി അവൾ അള്ളിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞിൽ അവൻ്റെ നോട്ടം ചെന്നു. അവനെ കുഞ്ഞ് പേടിയോടെ നോക്കുന്നുണ്ട്. അവനൊരു ചിരി വരുത്തി വാങ്ങിയ കളിപ്പാട്ടങ്ങൾ ഒരു പാവെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, മോളുടെ അച്ഛനെന്താ മോൾക്ക് വാങ്ങിയിട്ട് വന്നതെന്ന് കണ്ടോ? ഇത് മേടിച്ച്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നേ. അവൻ്റെ അച്ഛ വിളി പാറിയിൽ അരോചകവും ദേഷ്യവും നിറച്ച്. കുഞ്ഞുങ്ങളുടെ വീക്ക്നെസ് ഇതുപോലെ കളിപ്പാട്ടങ്ങളാണല്ലോ എന്ന് കരുതി ഇത് കൊടുത്താൽ കുഞ്ഞും തന്നോട് അടുക്കും എന്നുള്ള ധാരണയിൽ ഭീഷ്മ വീണ്ടും അതുപോലെ പറഞ്ഞു നീട്ടുമ്പോൾ കുഞ്ഞ് അവളുടെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് തട്ടിക്കളഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുഞ്ഞിൽ നിന്നുള്ള ആ പ്രവൃത്തി അവനിൽ ദേഷ്യം നിറച്ചു. എന്നാൽ പുറത്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടും അവനുള്ളിൽ ഒതുക്കി നിന്നു. ഈ സമയം പാറുവിൽ ചിരി വിതറി. അവൾ കാശിയേട്ടൻ്റെ മോളാണ്. ആ ചോരാകുമ്പോൾ സ്വന്തം അച്ഛനാരെന്ന് അവൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അച്ഛനെ മാറ്റി പറഞ്ഞ് കുഞ്ഞെ എടുക്കാം എന്നാണെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. അവൾക്കറിയാം ആരൊക്കെയെന്ന്, ആര് കൊടുത്താലാണ് വാങ്ങേണ്ടതെന്നും. ഭീഷ്മ അവിടെ നിന്നില്ല. ഒന്നും പറയാനും മുതിരാതെ അവിടെ നിന്ന് പോകുമ്പോൾ പാറു കുഞ്ഞിയെ നോക്കി. അച്ഛൻ്റെ മോൾക്ക് ദേഷ്യം വന്നു. പാറുവെ നോക്കി ചുണ്ടുകൾ കൂർപ്പിച്ചു. ഇനി അതുപോലെ അയാൾ പറഞ്ഞാൽ നല്ല ഇടി കൊടുക്കാം. കണ്ണുകൾ കൂർപ്പിച്ച് ചുണ്ടുകൾ പിളർത്തി വിതുമ്പും പോലെ കുഞ്ഞി പറഞ്ഞു. അമ്മ പറഞ്ഞില്ലേ കുഞ്ഞിക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും ചോക്ലേറ്റും ഒക്കെ വാങ്ങാനാണ് അച്ഛൻ പോയതെന്ന്. അച്ഛൻ വരുന്നവരെ അച്ഛൻ്റെ കുഞ്ഞി പെണ്ണ് സ്മാർട്ട് ഗേൾ ആയിട്ട് ഇരിക്കല്ലേ? ഇല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ അമ്മയെ തല്ലില്ലേ? എൻ്റെ കുഞ്ഞെ കരയിപ്പിച്ചോ നീ എന്ന് പറഞ്ഞ് അത് വേണം. അമ്മയെ അച്ഛൻ തല്ലുന്നതാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ കരഞ്ഞു. കുഞ്ഞെ നോക്കി സങ്കടത്തോടെ പാറു പറഞ്ഞു. മുഖം തിരിക്കാനും പാറുവിൻ്റെ മുഖം ആ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് പിടിച്ചു വെച്ചു. നുണയാൻ തുടങ്ങി കുഞ്ഞ്. അമ്മയുടെ മുഖം അപ്പടെ തുപ്പലാക്കി അല്ലേ കുറുമ്പി? അതിന് കുഞ്ഞു ചുണ്ടുകൾ കൂർപ്പിച്ച് ചിരിച്ചു. അതുമാത്രം മതിയായിരുന്നു പാറുവിൻ്റെ മനസ്സ് നിറയാൻ. കാശിയിൽ ഇപ്പോൾ വന്ന മാറ്റം അത് ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണ്. നാളെ മുതൽ വീൽ ചെയർ വേണ്ട. 2 പേർ ചേർന്ന് കാശിയെ പിടിച്ച് നടത്തിപ്പിക്കണം മെല്ലെ. അതിന് ഞാനും സഹായമുണ്ട് അച്ഛാ. ഇന്നത്തെ ഈ ഒറ്റ പ്രയത്നം മതി കാശി വേഗം പഴയ നിലയിലെത്തിക്കാൻ. ശിവാംഗി പറഞ്ഞു. എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. സ്വാമിയെ നിങ്ങളേവരും ചേർന്ന് തിരികെ തരാൻ പോകുന്നത് ഞങ്ങളുടെ കാശിയാണ്. അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അലൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ കടമയാണ്. ദൈവം ഈ ജന്മം കാശിയുടെ ഒരു തിരിച്ചുവരവിനും നിമിത്തമാക്കി മാറ്റുന്നതേ ഉള്ളൂ ഞങ്ങളെ, സ്വാമി ശിവശങ്കരൻ പറഞ്ഞു. ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോന്നിലും നിങ്ങൾ ഏവരുടെയും ആവശ്യം എനിക്ക് വേണം. അത് എപ്പോൾ എങ്ങനെ എന്നൊക്കെ ഞാൻ പറയാം. ഞങ്ങളുണ്ടാവും എന്തിനും ഏതിനും. വല്യച്ഛനും അമ്മാവനും പറഞ്ഞ ഒറ്റ കാരണത്താലാണ് ഞാൻ ഇല്ലാത്ത സ്നേഹം വരുത്തി ഈ അഭിനയം നടത്തുന്നത്.
എന്നിട്ട് ആ പീറ കുഞ്ഞ് അടുക്കുന്നില്ല. അവളും നീ കരുതുന്നത് പോലെ പെട്ടെന്ന് മയക്കെടുക്കാനാവില്ല ആ കുഞ്ഞിനെ ഒപ്പം അവളെയും. കാശിയുടെ ചോരയത്. അപ്പോൾ അതിൻ്റെ ഗുണം ഏറെയുണ്ട്. അത് കാണിക്ക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയും ഞാൻ താഴണമെന്നാണോ? ആ പീറ കുഞ്ഞിനെ അവൾക്ക് മുന്നിൽ താഴേണ്ടി വന്നാൽ താഴണം. കാരണം നമ്മുടെ ആവശ്യമാണ്. ആ കുഞ്ഞിനെ കൈക്കലാക്കുന്നവരെ ഇത് തുടർന്നേ പറ്റൂ. എന്നാൽ ഭീഷ്മയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൻ ദേഷ്യത്തിലിരുന്ന് ചെയറിൽ നിന്നും എഴുന്നേറ്റ് കാലുകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു പോകുമ്പോൾ ഭൈരവനെ നോക്കി ഭരതൻ പറഞ്ഞു, അവനെ കൊണ്ട് നടക്കുമോ? നടത്തിക്കണം. നമുക്ക് വേണ്ടത് എന്തെന്നറിയില്ലേ? നിനക്ക് അത് കിട്ടുന്നവരെ. ഭീഷ്മ, അതാണ് നമ്മുടെ ആയുധം. അത് കഴിഞ്ഞ എന്താ? നമ്മൾ പറയുന്നത് തന്നെ വിശ്വസിച്ച് എന്തും ചെയ്യാൻ മുന്നിൽ നിൽക്കുന്ന ഒരടിമയെ പോലെ അവനുണ്ടാവും. അതുവരെ അവന് സംശയം തോന്നാൻ പാടില്ല. അവൻ്റെ അമ്മയുടെ മരണം പോലും നമ്മളാൽ സംഭവിച്ചതെന്ന്. എങ്കിലെല്ലാം അവസാനിക്കും. അതോടെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി അവൻ തന്നെ വന്ന് മുന്നിൽ നിന്നെന്ന് വരും. കാശി, പിന്നെ അവൻ്റെ അച്ഛൻ ആനന്ദൻ, അവരാണ് എല്ലാത്തിനും പിന്നിലെന്ന് വരുതി തീർത്തുകൊണ്ട് അവൻ അവർക്കെതിരെ നിൽക്കുന്നത്. കൊല്ലാൻ പോലും മടിക്കാതെ അപ്പോൾ അവരെല്ലാം നമ്മളാണെന്ന് മനസ്സിലാക്കിയ അറിയാട്ടാ. ഭാസ്കരമിൽ വിളിച്ചില്ലേ അവനെ? കാശിയുടെ ബാക്കി കുടുംബക്കാർ എങ്ങോട്ട് പോയി നോക്കാൻ വിട്ടതാ ഞാൻ. അവർ ഇപ്പോഴും നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ മറിഞ്ഞിരിക്കുമല്ലേ. അവരെ കൂടെ തീർത്തേ പറ്റൂ. കാശിയുടെ ഇരു സൈഡിലും അവന് താങ്ങായി സായും ശിവാംഗിയും ഉണ്ടായിരുന്നു. കാശി വീഴാൻ തുടങ്ങുമ്പോൾ അവർ താങ്ങി പിടിച്ച് മുന്നിലേക്ക് നടത്തി. കുറച്ചു നേരം എന്നെ അവിടെ തനിയെ ഇരുത്തുമോ? കാശി അവർ ഇരുവരെയും നോക്കി ചോദിച്ചു. എന്തേ? ശിവാംഗി ചോദിച്ചു. അങ്ങനെ തോന്നി. എന്തേലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഇവിടെ നിൽക്കുന്ന ആരോടെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി. ഞാനോ സായോ വന്നോളാം. അവർ അവിടെയുള്ള വാഗച്ചൂട്ടിൽ അവനെ ഇരുത്തി തിരിച്ചു പോകുമ്പോൾ കാശി അവിടെ ഇരുന്നു. അവൻ്റെ മനസ്സ് കുഞ്ഞിലും പാറവിലും കൂടെ കടന്നുപോയി. ആ സമയം കണ്ണുനീർ അവൻ്റെ കവിൾ തടങ്ങളെ നനയിച്ചു.